താലി ഭാഗം 1. ഹോസ്പിറ്റലിൽ മരുന്ന് വെക്കുമ്പോഴും ശിവയുടെ മനസ്സ് അവിടെ ഒന്നുമല്ലായിരുന്നു. മറ്റെന്തോ ചിന്തിച്ച പോലെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരുപാട് വേദനയുണ്ടോ സാർ? ശിവയ്ക്ക് ട്രസ്റ്റ് ചെയ്യുന്ന നേഴ്സ് അവനോട് ചോദിച്ചു. എന്നാൽ അത് അവനോടാ ചോദിച്ചതെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ. ഡാ, സിസ്റ്റർ നിന്നോടല്ലേ ചോദിച്ചത്, നീ എന്തോ ഒന്നും മിണ്ടാത്തെ? ശിവയുടെ തോളിൽ തട്ടി പീറ്റർ ചോദിച്ചു. എന്താടാ, നീ എന്താ പറഞ്ഞേ? അപ്പോൾ സാറിനോട് ചോദിച്ചതിനൊന്നും സാർ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അല്ലേ? അതിന് സിസ്റ്റർ എന്നോടൊന്നും സംസാരിച്ചില്ലല്ലോ. ഇപ്പോൾ കൺഫേം ആയി, സാർ ഈ ലോകത്തെ അല്ലായിരുന്നു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 2 ദിവസത്തേക്ക് കൈ ശ്രദ്ധിക്കണം, ഇൻഫെക്ഷൻ ആവാനൊന്നും പാടില്ല. ഓക്കെ സിസ്റ്റർ, ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ. ശരി. തിരിച്ചവർ അവരുടെ സങ്കേതത്തിലേക്ക് പോകുമ്പോഴും ശിവ മൗനം പാലിച്ചു. എന്താടാ നിനക്ക് പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. പീറ്ററിന് മനസ്സിലായിരുന്നു അവന്റെ മനസ്സിൽ എന്തോ കരട് വീണിട്ടുണ്ടെന്ന്. പിന്നീട് പീറ്റർ ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവന് പറയാൻ തോന്നുമ്പോൾ പറയട്ടെന്ന് കരുതി. അവരുടെ സങ്കേതം എന്ന് പറയുമ്പോൾ ഒരു വലിയ ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാനായിരുന്നു അതിന്റെ ഉടമയുടെ തീരുമാനം. എന്നാൽ വിചാരിച്ചത്ര ക്യാഷ് തന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ കടക്കെണിയിലായ അയാൾ ആ ബിൽഡിംഗിൽ തന്നെ തൂങ്ങി മരിച്ചു. ഇതിനോടകം തന്നെ അത് കൊട്ടേഷൻ ടീമുകളായ ഇവരുടെ കയ്യിൽ ചുളുവിലേക്ക് എത്തുകയും ചെയ്തു. ഒരാൾ തൂങ്ങിച്ചത്ത സ്ഥലം മേടിക്കാൻ ആൾക്കാർക്ക് മടിയായിരുന്നു. അങ്ങനെ കിട്ടുന്ന പൈസയ്ക്ക് അയാളുടെ പാർട്ട്ണറാണ് ഇത് ഇവരുടെ പേരിൽ എഴുതി കൊടുത്തത്. എന്നാൽ ബിൽഡിംഗിൽ പല പല റൂമുകളും ഉണ്ടായിരുന്നു. അവിടെ ഉള്ളവർ ആരും തന്നെ അവന്റെ റൂമിൽ കയറാൻ ഭയപ്പെട്ടിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, അവന്റെ റൂമിൽ അവനല്ലാതെ മറ്റാരെ കണ്ടാലും അവനത് ഇഷ്ടമല്ലായിരുന്നു. അത് തന്നെയായിരുന്നു മെയിൻ കാരണവും. എടാ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ആര് കാണാൻ വന്നാലും, നമ്മുടെ കൂട്ടത്തിലെ ആര് തന്നെ ആയാലും എന്നെ കുറച്ചു നേരത്തേക്ക് ആരും വന്ന് കാണരുതെന്ന് പറഞ്ഞേക്കണം. ശരിയടാ, നീ പോയി കിടന്നോ. ശിവ നേരെ റൂമിൽ പോയി ബെഡിലേക്ക് കിടന്നു. ഇഞ്ചക്ഷന്റെയോ അതോ അവൻ കഴിച്ച മരുന്നിന്റെയോ സൈഡ് എഫക്റ്റ് കൊണ്ടോ അവൻ പെട്ടെന്ന് തന്നെ മയങ്ങിയിരുന്നു. ദാസ്. എന്താ ദയ? ദയ അവന്റെ നെഞ്ചിൽ കിടക്കുകയായിരുന്നു. ദയയുടെ തലപൊക്കി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? ദേഷ്യം വരുന്ന കാര്യമാണ് നീ ചോദിക്കാൻ വരുന്നതെങ്കിൽ അത് ചോദിക്കാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നാൽ പിന്നെ ചോദിക്കുന്നില്ല. ദയ അവന്റെ നെഞ്ചിലേക്ക് പഴയപടി തന്നെ കിടന്നു. നീ എന്താ ചോദിക്കാൻ വന്നത്? എന്തോ എനിക്ക് ദേഷ്യം വരുന്ന കാര്യമാണെന്ന് മനസ്സിലായി. എന്തായാലും പറയാൻ വന്നതല്ലേ, പറ. അല്ല, എന്ത്? നമുക്കിടയിൽ കല്യാണം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളല്ലേ നമുക്കിടയിൽ ഇപ്പോൾ നടന്നത്? അതെ, അതിനിപ്പോ എന്താ? കല്യാണം കഴിഞ്ഞാലേ ഭാര്യയാകണമെന്നുണ്ടോ? അപ്പോൾ നീ എന്നെ ഒരിക്കലും കല്യാണം കഴിക്കില്ലേ? അതിന് ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നീ എന്താ പറയാൻ വന്നത്? അതാദ്യമേ പറ. നമുക്കിടയിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി. എന്ത് പേടി? നീ എന്നെ കളഞ്ഞിട്ട് പോകുമോ എന്ന്. അവൻ ബെഡിൽ ചാടി എഴുന്നേറ്റിരുന്ന് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ദയ ഒരടിയാണ് പ്രതീക്ഷിച്ചത്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ ചോദിച്ചതിന് പറ. എന്ത്? എന്റെ ശരീരത്തോട് തോന്നിയ ഒരു ഇഷ്ടത്തിന്റെ പേരിലാണോ നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞത്? ബെസ്റ്റ് ചോദ്യം. നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായി? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ നിന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. ആണല്ലോ? അതെ. സോ എനിക്ക് അതാകാമായിരുന്നെങ്കിൽ ഈ 3 വർഷമൊന്നും എനിക്ക് കാത്തിരിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. എന്റെ ജോബിന്റെ കാര്യം കൺഫേമായി. ഡൽഹിയിലാണ് ട്രെയിനിങ് ഒക്കെ നടക്കുന്നത്. ഒരു 6 മാസം കഴിഞ്ഞാൽ ജോലിക്ക് ജോയിൻ ചെയ്യാം. സോ അത് കഴിഞ്ഞ് നമ്മുടെ മാരേജ്. ഇതെന്താ എന്നോട് ആദ്യമേ പറയാഞ്ഞേ? നീ ഇങ്ങനെ കിളി പറന്നിരിക്കുന്നത് എനിക്ക് അപ്പോൾ കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കാര്യം വീട്ടിൽ പറയാൻ പോവുകയാണോ? യെസ്, ഇന്ന് തന്നെ പറയണം. ഇന്ന് തന്നെ വേണോ ദാസ്? യെസ്, വേണമല്ലോ. അവൻ അവളിലേക്ക് ഒരു മോഹക്കടലായി ഒഴുകി. എന്നാൽ ആരുടെയോ നിലവിളി കേട്ടുകൊണ്ടാണ് ശിവ കണ്ണുകൾ തുറക്കുന്നത്. എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നത്? എത്രയോ തവണ ഞാൻ നിന്റെ അരികിലേക്ക് വരാൻ നോക്കിയതാണ്. എന്നാൽ മരണത്തിനും എന്നെ വേണ്ട. ഇതിനു മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു ദയ? ഒന്ന് കാത്തിരുന്നെങ്കിൽ. അവൻ തന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഓരോന്ന് പറയാൻ തുടങ്ങി. എന്നാൽ പിന്നെയും ഒരു സ്ത്രീ ശബ്ദം അവന്റെ കാതിലേക്ക് മുഴുകി കേട്ടു. നിലവിളി കേൾക്കുന്ന ഭാഗത്തേക്ക് അവൻ പോയി. എന്താ പീറ്ററെ, ആരുടെ സൗണ്ടാ കേട്ടത്? അവൻ പീറ്ററിനോടായി ചോദിച്ചു. അത് പിന്നെ നമ്മുടെ പുത്തൻപുരയ്ക്കൽ വർഗീസിന്റെ മകളുടെ സൗണ്ടാണ്. എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞത്? അത് പിന്നെ നീയല്ലേ പറഞ്ഞത് നിന്നെ ആരും ശല്യപ്പെടുത്താൻ പാടില്ലെന്ന്? അതുകൊണ്ടാണ്. എന്താ സംഭവം?
ഒരു ചെറിയ റിയൽ എസ്റ്റേറ്റ് പ്രശ്നമാണ്. അയാളുടെ എതിരെയാണ് നമുക്ക് കൊട്ടേഷൻ തന്നത്. അയാൾക്ക് ഈ ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. അതിനെ തട്ടിക്കൊണ്ടുവന്ന് റിയൽ എസ്റ്റേറ്റ് അയാളുടെ പേരിലാക്കിയാൽ മാത്രം വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതിന് നമുക്ക് എത്ര കിട്ടും? 75 പറഞ്ഞിരിക്കുന്നത്. ആഹാ. പിന്നെയും ആ പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം അവിടെ ആകെ മുഴുകി കേട്ടു. അതെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? ആരെങ്കിലും കൊത്തി കാണുമായിരിക്കും. അത് കേട്ടതും ശിവ ആ നിലവിളി കേട്ട സൈഡിലേക്ക് പോയി. എന്താടാ ഇവിടെ? അത് പിന്നെ അളിയ, കൊച്ചു നല്ല കിളിന്ത് പ്രായം. അപ്പോൾ എന്തിനു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. ഞാൻ നിന്നോടൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പെണ്ണിന്റെ അനുവാദമില്ലാതെ അവളുടെ ശരീരത്തിൽ തുടരുതെന്നല്ലേ? എന്നിട്ട് നിന്റെയൊക്കെ തലമണ്ടയിൽ എന്താ കയറാത്തത്? എടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. നീ മറുത്തൊന്നും പറയരുത്. മനോജെ, നീ പോ. ശിവ മനോജിനെ ഒന്ന് തറപ്പിച്ചു നോക്കിയതും മനോജ് അവിടെ നിന്നും പോയി. ശിവയാണെങ്കിൽ ആ പെൺകുട്ടിയെ അടിമുടി ഒന്ന് നോക്കി. നിന്റെ അപ്പന് ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടോ? നീ ഒറ്റ മോളല്ലേ, ചിലതൊക്കെ വിട്ടുകൊടുക്കണം. എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. അത് നിന്നോടുകൂടിയാ പറയുന്നേ. ആ പെൺകുട്ടിയെ നോക്കി അവനത് പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു അവനോടുള്ള ഭയം. അയ്യോ, മോള് പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്താ മോളുടെ പേര്? അവൾ വിക്കി വിക്കി തന്റെ പേര് പറയാൻ തുടങ്ങി. ദയാ വർഗീസ്. പെട്ടെന്ന് തന്നെ അവൻ അവിടെ തറഞ്ഞു നിന്നു. പിന്നെ ഉച്ചത്തിൽ ഒരു വിളിയായിരുന്നു. എന്താ ശിവ, എന്താ പ്രശ്നം? എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്. എടാ, എന്തു പറ്റി? എന്നോടൊന്നും ചോദിക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യിപ്പോ. പിന്നെ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. മനോജ് ഇവിടെ നിൽക്കട്ടെ. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. പിന്നെ പീറ്ററും അവന്റെ കൂടെ 2 പേരും കൂടെ ആ പെൺകുട്ടിയെ അവളുടെ വീട്ടിലെത്തിച്ചു. ഹേ അർജുൻ, തന്നെ അവിടെ കാഷ്വാലിറ്റിയിൽ അന്വേഷിക്കുന്നുണ്ട്. എന്താ ബ്രോ, എന്താണ് കാര്യം? എന്തെങ്കിലും എമർജൻസി ആണോ? അതേടോ. അർജുൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു അവിടെയുള്ള ഒരു ഡോക്ടർ അവനെ വിളിച്ച് കാര്യം പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കാതെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് മതിയാക്കി എഴുന്നേറ്റു. ഇവിടെ ഇപ്പൊ എന്താ സംഭവം എന്നല്ലേ? ഇതാണ് നമ്മുടെ അർജുൻ. ഇവനെ ഇപ്പോൾ എങ്ങോട്ടാണ് വിളിച്ചതെന്നല്ലേ? കാഷ്വാലിറ്റിയിലേക്കാണ്. സംഭവം പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ്. 6 മാസമായിട്ടേ ഉള്ളൂ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട്. എന്നാൽ ഈ കുട്ടി ഡോക്ടർക്ക് ഇഞ്ചക്ഷൻ പേടിയാണ്, എടുക്കുന്നതും കാണുന്നതും. പിന്നെങ്ങനെയാണ് ഡോക്ടറായി എന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായി പോയി എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. അങ്ങനെ അർജുൻ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹാർട്ടിന് പെയിനായിട്ട് ഒരു കുട്ടിയെ നോക്കാനാണ് തന്നെ വിളിപ്പിച്ചതെന്ന്. അവൻ ആ കുഞ്ഞിനെ പരിശോധിച്ചു കഴിഞ്ഞ ശേഷം ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫുഡ് ദഹിക്കാതെ കിടന്നാലും ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാകും. പിന്നെ കുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട്. പീഡിയാട്രീഷ്യനെ ഒന്ന് കാണിക്കണം. ഇപ്പോൾ കൊടുക്കാനുള്ള മെഡിസിൻ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. അർജുനോട് നന്ദിയും പറഞ്ഞ് ആ കുട്ടിയുടെ പേരൻസ് അവിടെ നിന്നും പോയി. സെക്കൻഡുകൾക്കൊടുവിൽ തന്നെ അർജുന്റെ ഫോൺ ബെൽ ചെയ്തു. ഹലോ, നീ എവിടാ? ഫുഡ് കഴിക്കാതെ പോയെന്നറിഞ്ഞു. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയാതെ. ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിലുണ്ട്. താൻ ഇപ്പൊ എവിടെയാ? ഞാൻ ക്യാന്റീനിലുണ്ട്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. നേരെ ക്യാന്റീനിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിയിലേക്ക് അവന്റെ കണ്ണുകൾ ഉടക്കി. ഗായത്രിയുടെ മാൻപയുടെ കണ്ണുകൾ. അവളുടെ കണ്ണുകൾക്ക് ഭംഗിയായി വാലിട്ട് എഴുതിയിരിക്കുന്നു. സംസാരിക്കുമ്പോൾ തെളിയുന്ന നുണക്കിഴി കവിൾത്തടവും. അവളുടെ മുഖത്തിന് ഭംഗി തോന്നിപ്പിക്കുന്ന വെള്ളക്കൽ മൂക്കുത്തിയും ഹെയർ കേൾ ചെയ്തിട്ടിരിക്കുന്നു. പെട്ടെന്നാണ് അർജുന്റെ പുറത്ത് തട്ടി വിളിച്ചത്. ഇനിയെങ്കിലും ഈ നോട്ടം മതിയാക്കി കൂടെ? അത് ചോദിച്ചത് വേറെ ആരുമല്ല, അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു. വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ, അത് നമ്മളായിട്ട് പാഴാക്കാൻ പാടില്ലല്ലോ. പിന്നെ ഡോക്ടർക്ക് പ്രേമിക്കാൻ പാടില്ല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എങ്ങും. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. പ്രേമിക്കാൻ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം. അജു, അവന് വേണ്ടിയായിരുന്നു താൻ കഴിക്കാതെ ഇരുന്നത്. ഒരുപാട് നേരമായിട്ടും അവനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടും അവനെ കാണാത്തത് കൊണ്ട് ഫോൺ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ശബ്ദം കേട്ടത്. തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ നോക്കി നിന്ന് സംസാരിക്കുന്ന അർജുനെയാണ് അവൾ കണ്ടത്. ദാ വരുന്നടാ. പിന്നെ അവൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് നേരെ ഗായത്രിയുടെ അടുത്തേക്കാണ് പോയത്. നിന്നെ വിളിച്ചിട്ട് എത്ര നേരമായി? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? കഴിക്കുമ്പോൾ ഫുഡ് മാത്രം നോക്കി കഴിച്ചാൽ പോരാ, അടുത്തുള്ള ആൾക്കാരെ കൂടി ഒന്ന് നോക്കണം. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ചെയറിൽ ഇരുന്നു കൊണ്ട് അവൻ പറഞ്ഞു. ആണോ? വലിയ കാര്യമായി പോയി. നീ എന്താ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ പറഞ്ഞതാ. കഴിക്കുന്നതിനിടയിൽ ഗായത്രി പറഞ്ഞു. ആ ബെസ്റ്റ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോ. ഇങ്ങനെ പോയാൽ എങ്ങനെയാ? നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിക്കണ്ടേ? എന്തിനാടാ ഇത്ര ധൃതി പിടിക്കുന്നത്? നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ.
1 വർഷം കൂടി കഴിയട്ടെ, എന്നിട്ട് പോരെ? അത് മതി. നമുക്കിപ്പോൾ വീട്ടിൽ പറഞ്ഞു വെച്ചാൽ അത് നല്ലതല്ലേ? നല്ലതൊക്കെയാണ്. വീട്ടിൽ നമ്മുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീഡം കൂടെ പോകും. പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും കാണാനും കഴിഞ്ഞില്ല എന്നും വരും. അത് വേണോ? ഇത്രയ്ക്ക് പഴഞ്ചനാണോ നിന്റെ വീട്ടുകാർ? എന്റെ വീട്ടുകാർ പഴഞ്ചനൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കൂതറ കാരണമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ആകാൻ കാരണം. അതെന്താടാ അങ്ങനെ? അത് പറയണമെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാ. എന്നാൽ ഇപ്പോൾ വേണ്ട. നമ്മുടെ കാര്യം പറയാൻ പോലും ഇവിടെ സമയമില്ല. താൻ ഇടയ്ക്കൊരു കാര്യം ഓർത്താ കൊള്ളാം. എന്ത് കാര്യമാണ്? നിനക്ക് വേണ്ടിയല്ലേ USA-യിലുള്ള എന്റെ ജോബ് പോലും കളഞ്ഞത്? ഞാൻ നിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ആ ജോബ് പോലും വേണ്ട എന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്നത്. എന്നിട്ടും താൻ ഇപ്പോൾ എന്നെ ഒന്നും മൈൻഡ് ആക്കുന്നത് പോലുമില്ല. എനിക്കറിയാം അജു, അന്ന് നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞപ്പോഴും നീ എനിക്ക് വേണ്ടി പോയില്ല. നീയും ഒരു ഡോക്ടറല്ലേ, നിനക്കറിയില്ല എല്ലാ കാര്യങ്ങളും. എന്റെ തിരക്കുകൾക്കിടയിൽ പോലും ഞാൻ നിന്നെ വിളിക്കും, സംസാരിക്കും. നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. താൻ ഈ കല്യാണക്കാര്യം പറയുമ്പോൾ എന്താണ് ഒഴിഞ്ഞു മാറുന്നത്? അതാ എനിക്കറിയേണ്ടത്. ഒന്നുമില്ലെങ്കിലും ഇപ്പൊ തനിക്കൊരു ജോബുണ്ട്. താൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്. അതിടയ്ക്ക് ആലോചിക്കുന്നത് നന്നായിരിക്കും. എനിക്കറിയാം ഞാൻ പ്രായപൂർത്തിയായതാണെന്ന്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയത്ത് നടക്കും. അവനാണ് നമുക്കിടയിലെ പ്രശ്നം. അവനൊന്ന് നേരെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു. നീ ആരുടെ കാര്യമാണ് പറയുന്നത്? എന്റെ കാലന്റെ കാര്യം. ഏതൊരു കുടുംബത്തിലും കാണുമല്ലോ കുലം മുടിക്കാനായിട്ട് ഒരു സന്തതി. അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഗായത്രി? ഏതവൻ? ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞാനെല്ലാം പറയാം. അതൊന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ. ഞാൻ എന്തായാലും വാർഡിലേക്ക് പോവുകയാണ്. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. നീ ഇങ്ങനെയൊക്കെ അയാളെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. എന്നാൽ തൽക്കാലം ആ ക്യൂരിയോസിറ്റി എടുത്ത് കയ്യിൽ വെച്ചോ. അപ്പോ താൻ പറയില്ലേ? പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ഒരുപാട് ടൈം വേണം. നീ ഈവനിങ് വിളിക്ക്, ഞാൻ അപ്പോൾ പറയാം. ഇരുവരും സംസാരിച്ച് പിരിഞ്ഞു അവിടെ നിന്നു. അർജുനിലേക്ക് വരാം. അർജുന്റെ പേരൻസ് ഒക്കെ അങ്ങ് ദുബായിൽ സെറ്റിൽഡ് ആണ്. അവരവിടെ, ഇവൻ ഇവിടെയും. എങ്ങനെയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അജു ഫാമിലിയുടെ കൂടെ നാട്ടിൽ വെക്കേഷൻ ട്രിപ്പിന് വന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ ഗായത്രിയുമായി കണ്ടുമുട്ടിയത്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത്. അവൻ നേരെ ഗായത്രിയുടെ കോളേജിലേക്കാണ് പോയി ജോയിൻ ചെയ്തത്. അവർ അവിടുന്ന് നല്ല സുഹൃത്തുക്കളായി. ആ സുഹൃത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴിമാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ അവർ ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി നായികയിലേക്ക് വരികയാണെങ്കിൽ ഗായത്രി രാജീവിന്റെയും ലക്ഷ്മിയുടെയും മകളാണ്. ഇവൾക്ക് താഴെ ഒരു 5 വയസ്സുകാരി അനിയത്തി കൂടി ഉണ്ട്, ഗൗരി പാർവതി മേനോ. വീട്ടിൽ പാറു എന്ന് വിളിക്കും. രാജീവനും ലക്ഷ്മിക്കും ബിസിനസ്സാണ്. പിന്നെ ഈ പാറുവും ഗായത്രിയും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ്, അതല്ലേ നിങ്ങളുടെ അടുത്ത സംശയം? സംശയം കറക്റ്റാണ്. വൈകി വന്ന വസന്തമാണ് നമ്മുടെ പാർവതി കുട്ടി. തുടരും. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗായത്രി ഭഗവതി മഠത്തിന് ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കാത്തുന്ന പോലെ പാറുക്കുട്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഗായത്രിയെ കണ്ടതും പാറു ഓടി വന്ന് അവളെ വട്ടം പിടിച്ചു. എന്താണ് പാറു, ചേച്ചിയോട് ഒരു പ്രത്യേക സ്നേഹമൊക്കെ? ഇന്നും പതിവില്ലാത്ത പോലെ. അത് പിന്നെ? എന്ത് പിന്നെ? ചേച്ചി എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനമല്ലേ എന്നും ചേച്ചിക്ക്? ഗായത്രി മുട്ടുകുത്തി നിലത്തേക്കിരുന്നു. എന്നിട്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ടായി ചോദിച്ചു, ചെറിയ വായിൽ വലിയ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങിയോ? അമ്മ എപ്പോഴും പറയില്ലേ എന്റെ ചേച്ചിയുടെ സ്ഥാനമല്ല അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്കെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്റെ അമ്മ ചേച്ചിയല്ലേ? അതെ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എന്താ കാര്യം? അത് പറ. ആദ്യം ഞാൻ ചോദിച്ചതിന് പറ. എന്റെ അമ്മയെ പോലെ അല്ലേ? നിന്റെ അമ്മ തന്നെയാ പോരെ, അതിലൊരു സംശയവും വേണ്ട. ഇനി എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. അങ്ങനെയാണെങ്കിൽ ഇനി കാല് മാറില്ലല്ലോ? എന്റെ കാലൊന്നും മാറാൻ പോകുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ. അത് പിന്നെ പാറു പറയാനായി തുടങ്ങിയതും പെട്ടെന്നാണ് ലക്ഷ്മി അവരെ വിളിച്ചത്. എന്താണ് പാറു, വന്നപ്പോൾ മുതൽ ഒരു ചുറ്റിക്കളിയാണല്ലോ. അവൾ വന്നതല്ലേ ഉള്ളൂ, അകത്തേക്ക് വരട്ടെ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞു. ഈ അമ്മയ്ക്ക് ഇത് എന്താ? ഞാൻ എന്റെ അമ്മയോടല്ലേ സംസാരിക്കുന്നത്? ആ, ഗായത്രി നിന്റെ അമ്മ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അത് നീ പറയാതെ തന്നെ എനിക്കറിയാം. കാരണം ഒരമ്മയുടെ എല്ലാ സ്നേഹവും തന്ന അവൾ നിന്നെ വളർത്തി ഇത്രയാക്കിയത്. ഞാൻ നിന്നെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വളർത്തിയതും ഇതുവരെ എത്തിച്ചതും
എന്റെ കുഞ്ഞാണ്. ഗായത്രി, ഇന്ന് അവൾ വന്നപ്പോൾ മുതൽ നീ എപ്പോഴാ വരുന്നതെന്നും പറഞ്ഞ് അവൾ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഒന്ന് കഴിച്ചിട്ട് കൂടിയില്ല. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നതുമില്ല. എന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ച് നിന്നെ വിളിച്ചിരുന്നു. നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അതും ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അമ്മേ. ഒരു സർജറി ഉണ്ടായിരുന്നു, അതാ ഞാൻ ഫോൺ എടുക്കാതിരുന്നത്. എല്ലാം അകത്ത് വന്ന് സംസാരിക്കാം, നീ വാ. ഗായത്രിയെ പോവാൻ സമ്മതിക്കാതെ പാറു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അമ്മ അകത്തേക്ക് കയറിപ്പോക്കും. പാറുവിന് എന്തോ കാര്യം എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്നാ പിന്നെ രണ്ടും പറഞ്ഞു തീർത്ത് അകത്തേക്ക് കയറിയാൽ മതി. എനിക്കെന്താ നഷ്ടം? അത്രയും പറഞ്ഞ് ലക്ഷ്മി അകത്തേക്ക് പോയി. ഇനി പറ, എന്താ പ്രശ്നം? ഞാൻ പറയാം, അതിനു മുമ്പ് പ്രോമിസ് ചെയ്, എന്നെ തല്ലില്ല എന്ന്. അപ്പോൾ കാര്യം സീരിയസ് ആണ്. എന്തായാലും നീ പറ, അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം നിന്നെ തല്ലണോ വേണ്ടായോ എന്ന്. ഇന്ന് ഹോംവർക്ക് ചെയ്ത് വെക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ ഹോംവർക്ക് എഴുതിയില്ലായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ട്. എന്നിട്ട് അവൻ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പോ ഞാനാണെങ്കിൽ അവന്റെ കയ്യിലിരുന്ന ബുക്ക് കീറിക്കളഞ്ഞു. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിനാണോ നീ ഇങ്ങനെ പേടിച്ചിരുന്നത്? കഴിഞ്ഞില്ല. അത് മാത്രമല്ല, പിന്നെ അവന്റെ ഹോംവർക്ക് കീറിക്കളഞ്ഞുകൊണ്ട് അവൻ എന്റെ കയ്യിൽ കയറി ബലമായി പിടിച്ചു. വിടാൻ പറഞ്ഞിട്ട് അവൻ വിട്ടില്ല. ദേഷ്യം വന്ന ഞാൻ അവന്റെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുത്തു. അവന്റെ മൂക്കിൽ കൂടി ബ്ലഡ് വാർന്നൊഴുകി. അവന്റെ ബോധം പോയി നിലത്തേക്ക് വീണു. പിള്ളേര് ബഹളം വെച്ച് ടീച്ചർമാരെ വിളിച്ചു. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് വൈകിട്ടാണ് അവനെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നത്. പ്രിൻസിപ്പൽ പറഞ്ഞു, നാളെ പേരൻസിനെ ആരെങ്കിലും കൂട്ടിട്ട് ചെല്ലണമെന്ന്. ആരെങ്കിലും വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും പറഞ്ഞു. പാറു പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഗായത്രി അവളെ തല്ലാൻ തുടങ്ങിയിരുന്നു. പാറുവിന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് ലക്ഷ്മി അവിടെ ഓടി വന്നത്. അത്രയ്ക്ക് ശക്തിയിൽ തന്നെയായിരുന്നു പാറുവിനെ അവൾ തല്ലിയത്. എന്താ ഗായത്രി നീ കാണിക്കുന്നത്? കൊച്ചു കുട്ടിയാണ് അവർ. പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ അവളെ തല്ലുന്നത്? കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞ് കണ്ണടച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഗായത്രി ഒഴുകി ഇറങ്ങിയ തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എന്തിനാ പാറു അവൾ നിന്നെ തല്ലിയത്? ലക്ഷ്മി എത്ര പാറുവിനോട് ചോദിച്ചിട്ടോ പാറു ഒന്നും തന്നെ പറഞ്ഞില്ലായിരുന്നു. ഗായത്രി റൂമിൽ കയറി ഡോർ ക്ലോസ് ചെയ്തു. പാറു ജനിച്ചിട്ട് ഇതുവരെ ഗായത്രി അവളെ ഒന്നും നുള്ളിൽ പോലും നോവിച്ചിട്ടില്ല. തന്റെ അനിയത്തിയെ താൻ അങ്ങനെ അല്ലായിരുന്നു വളർത്തിയത്. ഒരു പയ്യനെ അടിച്ച് ബ്ലഡ് വരാൻ പാകത്തിനാക്കിയത് ഓർത്തായിരുന്നു അവളുടെ ദേഷ്യം. എന്നാൽ പാറു ഗായത്രിയുടെ റൂമിന് പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ട് തട്ടി വിളിക്കാൻ തുടങ്ങി. കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ പാറുവിനെ വളർത്തിയതും ഇത്രയാക്കിയതും എല്ലാം ഗായത്രി തന്നെയായിരുന്നു. ലക്ഷ്മിയുടെ ആകെ ജോലി അവൾക്ക് പാല് കൊടുക്കുക എന്നത് മാത്രമായിരുന്നു. ആ ഒരു കാര്യം ഒഴിച്ചാൽ പെറ്റമ്മയെക്കാളും പ്രിയം പോറ്റമ്മയോടായിരുന്നു പാറുവിന് എന്നും താല്പര്യം. തന്റെ ഏതൊരു നിർബന്ധത്തിനും വാശിക്കും കൂട്ടുനിൽക്കുകയും ചെയ്യുമായിരുന്നു ഗായത്രി. രാജീവും ലക്ഷ്മിയും ബിസിനസ് കാര്യങ്ങളുമായി ബിസിയാകുമ്പോൾ പോലും പാറുവിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തന്നെ ചെയ്യുമായിരുന്നു ഗായത്രി. തനിക്ക് 19 വയസ്സുള്ള സമയത്തായിരുന്നു പാറു ജനിച്ചത്. ഇപ്പോൾ പാറുവിന് 5 വയസ്സ് പ്രായമുണ്ട്. എന്നാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും പാറു ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നില്ല. പെട്ടെന്ന് പാറു അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ സത്യം. എന്നാൽ പാറു എത്ര വിളിച്ചിട്ടും ഗായത്രി ഡോർ തുറക്കാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ ശിവ ഇവിടെ ദയ്യയുടെ ഓർമ്മകളിൽ വെന്തുരുകുകയായിരുന്നു. പീറ്റർ, എന്താ ശിവ? ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടോ? നീ ആരുടെ കാര്യമാണ് പറയുന്നത്? ഈ സമയത്ത് ഞാൻ ആരുടെ കാര്യമായിരിക്കും പറയുന്നത്? ഉണ്ടടാ, എന്നാൽ എന്റെ റൂമിലേക്ക് വരാൻ പറ. പേറ്റനോട് അത്രയും പറഞ്ഞ് ശിവ റൂമിലേക്ക് പോയി. വൈകാതെ തന്നെ ശിവയുടെ റൂമിന്റെ ഡോർ ഒരു പെൺകുട്ടി തട്ടി വിളിച്ചു. ശിവ ഡോർ തുറന്ന് അവരെ അകത്തേക്ക് ക്ഷണിച്ചു. എന്താ നിന്റെ റേറ്റ്? ആ പെൺകുട്ടി അവനെ അടിമുടി ഒന്ന് നോക്കി. നിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? സാറിന് ഇഷ്ടമുള്ളത് തന്നാൽ മതി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഡീസന്റായ ടീമുകളും ഒക്കെ ഉണ്ടല്ലേ? അതെന്താ സാറേ, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ? ആ പെൺകുട്ടി അങ്ങനെ ചോദിച്ചതിന് അവനൊന്നും മിണ്ടിയില്ല. സാർ, സംസാരിച്ച് സമയം കളയാതെ വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പോകാൻ നോക്ക്. അവർ അതൊട്ടും സങ്കോചം കൂടാതെ തന്നെ അവനോട് പറഞ്ഞു. പെട്ടെന്ന് പോകുന്ന എന്തിനാ? ഇത് തന്നെയല്ലേ എവിടെ ചെന്നാലും ചെയ്യാൻ പോകുന്നത് നീ? മറ്റൊരാളുടെ കൂടെ കിടക്കാനല്ലേ പോകുന്നത്? അപ്പോൾ പിന്നെ കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. ഞാൻ ഈ തൊഴിൽ കൊണ്ടാണ് സാർ ജീവിക്കുന്നത്. സാറിന്റെ സൗകര്യത്തിന് എനിക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നെ സാറെന്നൊന്നും വിളിക്കണ്ട. എന്റെ പേര് ശിവയെന്ന. നോക്ക്, നിന്റെ പേരെന്താ?
കേവലം ഒരു 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി എന്തിനാണ് സാർ എന്റെ പേരൊക്കെ? ഞാൻ ചോദിച്ചതിന് ആൻസർ പറഞ്ഞാൽ മതി. എന്താ നിന്റെ പേര്? വീണ. നല്ല പേരൊക്കെ ആണല്ലോ. ഒരു കാര്യം ചെയ്യുന്നേ. എന്തു കാര്യം? അവൻ ആ പെൺകുട്ടിയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അവളുടെ കൈയെടുത്ത് അവന്റെ തലമുടിയെ തലോടാൻ പറഞ്ഞു. സാർ, എനിക്ക് പോകാൻ. നീ ഇന്ന് ആരുടെയും കൂടെ കിടക്കാൻ പോകുന്നില്ല. തനിക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറ, ഞാൻ തരാം. അങ്ങനെ ചെയ്യാത്ത ജോലിക്കുള്ള കൂലി എനിക്ക് വേണ്ട സാർ. ഇന്നെങ്കിലും നിനക്കൊന്ന് സമാധാനമായി കിടന്നുറങ്ങാം. ആരുടെയും ദുർഗന്ധത്തിന്റെയും സിഗരറ്റിന്റെയും കള്ളിന്റെയും സ്മെല്ലില്ലാതെ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. സാർ, ഇത് ചുമ്മാ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങളൊന്നുമല്ലല്ലോ. എനിക്കെന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമാശയ്ക്ക് പറയാൻ ഭ്രാന്തൊന്നുമില്ല. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ സന്തോഷത്താലോ വിഷമത്താലോ നിറഞ്ഞൊഴുകിയിരുന്നു. ആ കണ്ണുനീർ തുള്ളികൾ വന്ന് ശിവയുടെ മുഖത്തേക്കും പതിച്ചിരുന്നു. താൻ എന്തിനാണ് കരയുന്നത്? അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. സന്തോഷം കൊണ്ടാണ് സാർ. ആരും തന്നെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടുമില്ല, പെരുമാറിയിട്ടുമില്ല. തന്നെ കണ്ടാൽ തന്നെ അറിയാം തന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിയതല്ല എന്ന്. എന്നോട് പറയാൻ പറ്റുമെങ്കിൽ തന്റെ പാസ്റ്റ് പറ, ഞാൻ കേൾക്കാം. അവൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി. എന്നിട്ട് തുടർന്നു. എന്നെ പ്രസവിച്ച ഉടൻ തന്നെ എൻ്റെ അമ്മ മരിച്ചു. പിന്നെ വളർത്തിയതും വലുതാക്കിയതും എല്ലാം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ഞാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞതും അച്ഛൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അച്ഛൻ്റെ പെരുമാറ്റ രീതികൾ സ്വാഭാവികമായിട്ടും എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരിക്കൽ എനിക്ക് കഴിക്കുന്ന ഫുഡിൽ ഉറക്കഗുളിക പൊടിച്ചു തന്നു. അത് കഴിച്ചിട്ട് കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിറ്റേന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു തുണി പോലും ഇല്ലായിരുന്നു. എൻ്റെ തൊട്ടടുത്തായി കിടക്കുന്ന അച്ഛനോട് എനിക്ക് ദേഷ്യമാണോ പകയാണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യത ചമഞ്ഞ് നടക്കുന്ന അയാളെ തകർക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എന്നെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ അയാൾ ചെയ്തു പോയത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ, അതോ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അയാളുടെ വില പോകുമെന്ന് കരുതിയിട്ടോ അയാൾ സ്വന്തമായി തന്നെ ജീവൻ ഒടുക്കി. അപ്പോൾ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ലൈഫ് നീ തിരഞ്ഞെടുത്തത്? നിനക്കും ആഗ്രഹമില്ലേ? നീ ആഗ്രഹിച്ച പോലെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു സാർ. ഇപ്പോൾ ഇല്ല. പിന്നെയും അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നാൽ ശിവയുടെ റൂമിനകത്ത് കയറുന്ന ഒരു പെൺകുട്ടിയെ പോലും പിന്നീട് ആ നാട്ടിൽ അന്വേഷിച്ചാൽ ഒരു വിവരവും അവരെക്കുറിച്ച് കിട്ടില്ലായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഈ ഗായത്രി ഫ്രഷായി വന്നിട്ടും റൂമിന് പുറത്തേക്ക് പോയില്ല. ലക്ഷ്മി 1-2 തവണ ഫുഡ് കഴിക്കാൻ ഗായത്രി വന്ന് വിളിച്ചെങ്കിലും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് അവൾ കയറി കിടന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഗായത്രിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. റൂമിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെയർ ഇറങ്ങി താഴേക്ക് ചെന്നതും ഹാളിൽ സോഫയിൽ കിടന്നുറങ്ങുന്ന പാറുവിനെയാണ് കാണുന്നത്. എന്നാൽ പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്ന് ലക്ഷ്മി വിളിച്ചത്. എന്തിനാ നീ അവളെ തല്ലിയത് ഗായത്രി? അമ്മ പ്രസവിച്ചിട്ടേ ഉള്ളൂ അവളെ. വളർത്തിയതും ആളാക്കിയതും ഞാനല്ലേ. നാളെ കാലത്ത് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും നിങ്ങൾ എന്നെയല്ലേ പറയൂ എന്റെ വളർത്തു ദോഷമാണെന്ന്. അതിനിപ്പോ നീ അവളെ തല്ലാൻ മാത്രം പാറു എന്ത് കുരുത്തക്കേടാണ് കാണിച്ചത്? അവൾ എന്നോട് പറയരുതെന്ന് പറഞ്ഞ കാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അമ്മ പോയി കിടന്നുറങ്ങിക്കോ. എത്ര അടി ഉണ്ടാക്കിയാലും രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് സംസാരിക്കില്ലല്ലോ. അത് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ. ഞാനൊന്നും പറയുന്നില്ല. അമ്മ എന്തേലും കഴിച്ചിരുന്നോ? കഴിക്കാൻ പാകത്തിനുള്ള കാര്യമാണല്ലോ ഇവിടെ നടന്നത്. എനിക്കിനി ഒന്നും വേണ്ട. നീ എന്നോട് പോയി കിടക്കാൻ പറഞ്ഞതല്ലേ. പാറു ഹാളിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെ അകത്ത് പോയി കിടന്നുറങ്ങും? അവൾ എന്താ അമ്മയുടെ കൂടെ കിടക്കില്ലേ? എന്നും അവൾ എന്റെ കൂടെയാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചിട്ടും അവൾ വരാതെ അവിടെ തന്നെ കിടക്കുന്നത്. നിന്റെ കൂടെയല്ലേ പാറു എന്നും കിടക്കുന്നത്. ഞാൻ വിളിച്ചാൽ എങ്ങനെ പിന്നെ അവൾ വരുന്നത്? അമ്മ പൊക്കോ, ഞാൻ എടുത്തോണ്ട് പൊക്കോളാം. പാറു ഒന്നും കഴിച്ചിട്ടില്ല മോളെ. സ്കൂൾ വിട്ട് വന്നിട്ട് ഇതുവരെ. എന്തായാലും മണി 11ആയി. ഇനിയൊന്നും കഴിക്കില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ എഴുന്നേക്കില്ലെന്ന് അമ്മയ്ക്കറിയത്തില്ലേ? അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ മുടിയും വാരിക്കെട്ടി ഗായത്രി പാറുവിന്റെ അരികിലേക്ക് ചെന്നു. സോഫയുടെ ഒരറ്റത്തായി ഇരുന്നു. താൻ കൈവച്ചടിച്ച പാട് പാറുവിന്റെ കൈകളിൽ കാണാൻ കഴിഞ്ഞിരുന്നു അവൾക്ക്. പതിയെ അവൾ ആ കുഞ്ഞു കൈവിരലുകളിൽ തലോടി. പതിയെ തന്നെ എടുത്ത് ഗായത്രി പാറുവിനെയും കൊണ്ട് റൂമിലേക്ക് പോയി. പോകുന്നതിനിടയിൽ ലക്ഷ്മിയോട് അവൾ ചോദിച്ചു, അച്ഛൻ എന്നാണ് അമ്മ ഇനി വരുന്നത്? ബിസിനസ് ആവശ്യവുമായി പോയതല്ലേ മോളെ. അപ്പോൾ പിന്നെ 2 ദിവസം കൂടി പിടിക്കും വരാൻ എന്തായാലും. ശരി അമ്മേ, ബൈ, ഗുഡ് നൈറ്റ്. എന്തായാലും ഇന്ന് നടന്നത് എന്താണെന്ന് പറയാൻ വയ്യല്ലോ. അതൊന്നുമില്ല അമ്മേ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒന്ന് തല്ലിപ്പോയതാ.
തല്ലാതെ വളർത്തിയത് ഞങ്ങൾ ആരും അല്ലല്ലോ, നീ തന്നെയല്ലേ? നീ കുറച്ചു മുന്നേ ചോദിച്ചല്ലോ, ഇവൾ എന്ത് ചെയ്താലും നിന്നെ പറയത്തുള്ളെന്ന്. അതെ, അതുള്ളതല്ലേ. അത് തന്നെ ഞാനും പറയാൻ വന്നത്. എന്തായാലും നിന്നെ പറയത്തുള്ളൂ. എന്നെ മിസ് വിളിച്ചിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എന്നോടൊന്നും പറയില്ലെന്ന് എനിക്കറിയാലോ. ഇതറിയുമ്പോൾ നീ തന്നെ 2 കൊടുക്കുമെന്നും എനിക്കറിയാമായിരുന്നു. എത്ര ചോദിച്ചിട്ടും വിട്ടു പറഞ്ഞിട്ടില്ല, ഒരക്ഷരം പോലും. നീ തല്ലിയപ്പോഴും ഞാൻ ചോദിച്ചിരുന്നു, എവിടെ പറയാൻ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് തന്നെ നീ പറയുമെന്ന് എനിക്കറിയാം മോളെ. എന്തായാലും നാളെ പോറ്റമ്മ സ്കൂളിൽ കൂടി ഒന്ന് പോയിട്ട് വാ. ഞാൻ തന്നെ പൊയ്ക്കോളാം, എന്റെ അല്ലേ വിത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെ വരും. നീയും കൊച്ചിലെ കുരുത്തക്കേടിന് പുറകോട്ടൊന്നുമല്ലായിരുന്നു. സംസാരിച്ച സമയം ഒരുപാടായി, നീ പോയി കിടന്നുറങ്ങിക്കോ. ശരിയമ്മേ. ഗായത്രി പാറുവിനെ എടുത്തു പോകുന്നത് നോക്കി അവർ അവിടെ തന്നെ നിന്നു. സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർക്ക് എന്തു തന്നെ സംഭവിച്ചാലും പാറുവിന് ഗായത്രി ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു അവരുടെ കണ്ണുനീരിന്റെ അർത്ഥവും. റൂമിൽ പാറുവിനെ കൊണ്ടുവന്ന് ഗായത്രി കിടത്തുമ്പോഴും ഗായത്രിയുടെ കണ്ണുകളിൽ കൂടി കണ്ണുനീർ വാർന്നൊഴുകിക്കൊണ്ടേയിരുന്നു. പാറുവിന്റെ അരികിലായി ഗായത്രി വന്ന് കിടന്നു. തന്റെ മാറിലെ ചൂടും പറ്റിയാണ് പാറു എന്നും കിടന്നുറങ്ങാറ്. അതുപോലെ തന്നെ പാറുവിനെ തന്റെ അരികിലേക്ക് നീക്കി കിടത്തി. രാവിലെ കണ്ണ് തുറക്കുമ്പോഴും പാറു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി എഴുന്നേറ്റ് ഫ്രഷായി തിരിച്ചു വന്നിട്ടും ആള് നല്ല ഉറക്കം. ഗായത്രി കിച്ചണിലേക്ക് പോയി തനിക്കുള്ള ചായയും എടുത്ത് പാറുവിനുള്ള പാലും എടുത്ത് റൂമിലേക്ക് തിരിച്ചു വന്നിട്ടും പാറു എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടതും ഗായത്രി പതിയെ അവൾക്ക് അരികിലേക്ക് ചെന്നിരുന്നു. അവളുടെ കുഞ്ഞു കൈകളിൽ പിടിച്ചതും നല്ല ചൂട് അനുഭവപ്പെട്ടു ഗായത്രിക്ക്. മോളെ, കണ്ണു തുറക്കടാ, എഴുന്നേക്ക്. ഗായത്രി പാറുവിനെ തട്ടി വിളിച്ചു. പാറു പതിയെ തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. ഇന്നലെ ചെയ്ത തെറ്റിനുള്ള ഫലമായി മൗനമായിരുന്നു ഗായത്രിയുടെ പണിഷ്മെന്റ്. എന്നോട് മിണ്ടുമോ? ഗായത്രി ഒന്നും മിണ്ടാതെ തന്നെ റൂമിന് പുറത്തേക്ക് പോയി. പാറു പോയി ഫ്രഷായി വന്നപ്പോഴേക്കും ലക്ഷ്മി ഉണ്ടായിരുന്നു അവിടെ. അമ്മ എന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ വരാൻ പാടില്ലേ? അവർ ഒരൽപ്പം കടുപ്പിച്ച് തന്നെ സംസാരിച്ചു. ഞാൻ ചോദിച്ചതിന് അമ്മ എന്തിനാ ഇങ്ങനെ എന്നോട് ചൂടാവുന്നത്? ഇന്നലെ അവൾ തല്ലിയതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നോട് അവളൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ മിസ് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അമ്മേ, സോറി അമ്മേ, ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എന്നോട് നീ സോറി ഒന്നും പറയണ്ട. ആരോടാണ് സോറി പറയേണ്ടതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. വാ, വന്ന് ഫ്രഷ് ആകാൻ നോക്ക്. അമ്മയല്ലല്ലോ എന്നും എന്നെ കുളിപ്പിക്കുന്നത്, ചേച്ചിയല്ലേ? ചേച്ചി എന്തിയേ? ചേച്ചിയാ എന്നെ പറഞ്ഞു വിട്ടത്. അവൾ വരത്തില്ല. ഇനിയും സംസാരിച്ചു നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. ഗായത്രിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. അതുകൊണ്ട് വരാൻ നോക്ക് നീ. ചേച്ചി അപ്പോ വരത്തില്ല അല്ലേ? വാ പാറു, വന്ന് റെഡിയാകാൻ നോക്ക്. പിന്നെ ലക്ഷ്മി പാറുവിനെ റെഡിയാക്കി ഫുഡും എടുത്തു കൊടുത്തു, മെഡിസിനും കഴിപ്പിച്ചു. രാവിലെ ഗായത്രി പറഞ്ഞിരുന്നു പാറുവിന് പനിയുള്ള കാര്യം. പനിക്കുള്ള മെഡിസിനും ലക്ഷ്മിയെ ഏൽപ്പിച്ചിരുന്നു അവൾ. ഗായത്രി റെഡിയായി വന്നിട്ട് പാറുവിനെ നോക്കി ചോദിച്ചു, എന്നാ പിന്നെ ഇറങ്ങട്ടെ അമ്മേ? പെട്ടെന്ന് തന്നെ പാറു ബാഗും ഇട്ട് ഗായത്രിയുടെ അരികിലേക്ക് പോയി. എന്നാൽ നേരെ ഗായത്രി കാർ പോർച്ചിൽ നിന്നും കാർ എടുത്തു. ഇത് കണ്ട ലക്ഷ്മി അവിടേക്ക് ചെന്നു. ഇന്നെന്താ മോളെ കാറിൽ? സ്കൂട്ടിക്ക് എന്തോ ബ്രേക്ക് പിടിക്കുന്നില്ല. അതൊന്ന് ശരിയാക്കാൻ ആളെ വിളിക്കണം. അതുകൊണ്ട് ഇന്ന് കാർ എടുക്കാമെന്ന് വിചാരിച്ചു. ശരി മോളെ. അവരോട് യാത്രയും പറഞ്ഞ് ഗായത്രിയും പാറുവും കാറിൽ കയറി. ഡ്രൈവിങ്ങിനിടയിൽ ഒരിക്കൽ പോലും പാറുവിനെ അവൾ ശ്രദ്ധിച്ചത് പോലുമില്ലായിരുന്നു. അത് പാറുവിന് വിഷമം ചെലുത്തിയിരുന്നു. അങ്ങനെ സ്കൂൾ ഗേറ്റ് കടന്ന് കാർ മുന്നോട്ടേക്ക് പോയി. കാർ ഒരു സൈഡിലാക്കി ഒതുക്കി ഇരുവരും കാറിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് പ്രിൻസിപ്പൽ റൂമിലേക്കായിരുന്നു. പ്രിൻസിപ്പലിനെ കണ്ടതും ഗായത്രിയുടെ പുറകിലായി പാറു ഒളിച്ചു. താൻ വാ, ഇരിക്ക്. പ്രിൻസിപ്പൽ വളരെ എളിമയോടെ തന്നെയാണ് ഗായത്രിയോട് ബിഹേവ് ചെയ്തത്. സാർ, ഗൗരി ചെയ്തത് തെറ്റാണെന്നറിയാം. എന്നാലും ഇനി അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. താൻ സോറി ചോദിക്കാൻ മാത്രമുള്ള വലിയ തെറ്റൊന്നും കുട്ടി ചെയ്തിട്ടില്ല. സാർ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ എല്ലാം കുട്ടിക്കാലത്ത് ഇതിലും വലിയ കുരുത്തക്കേടുകളായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ ഒരിക്കലും ഗൗരിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ചെയ്യുന്ന അതേ തെറ്റ് തന്നെയാണ് ഗൗരി പാർവതിയും ചെയ്തിട്ടുള്ളത്. പിന്നെ ആ കുട്ടിയുടെ മൂക്കിൽ നിന്ന് ചോര വന്നതാണ് വിഷയമെങ്കിൽ അയാൾ അത്രയും പറഞ്ഞിട്ട് ഗായത്രി ഒന്ന് നോക്കി. അല്ല, താനൊരു ഡോക്ടർ അല്ലേ? യെസ്, അതെ സാർ. അപ്പോൾ തനിക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ.
ഈ കുഞ്ഞു വിരൽ വെച്ച് അവൾ എങ്ങനെയാണ് അവനെ അടിച്ചതെന്ന്. സാർ എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞടിയെ ഈ കുട്ടി അടിച്ചുള്ളൂ ആ പയ്യനെ. അതിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്ന അസുഖം അതിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ആ കുട്ടി ബോധം കെട്ട് വീണത്. അല്ലാതെ ഈ കുട്ടിയുടെ അടിയുടെ ബലം കൊണ്ടൊന്നുമല്ല. പിന്നെ ഹോംവർക്ക് കീറിയത് അതൊരെണ്ണം എഴുതി കൊടുത്താൽ മതിയല്ലോ. ഗൗരി പാർവതി പിന്നെ നല്ലതുപോലെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ പരിഗണന കൊടുക്കുന്നതൊന്നുമല്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേട് കാണിക്കുന്നത് കൊണ്ട് വളരുമ്പോൾ കുറച്ചുകൂടെ ധൈര്യശാലിയായി തന്നെ വളരും. ഗൗരി ഇനി ഇതേപോലുള്ള കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. ഇല്ല സാർ. എല്ലാം കേട്ട് കഴിഞ്ഞ് ഗായത്രി പാർവിനെ ഒന്ന് നോക്കി. സാർ, പാർവിന് നല്ല സുഖമില്ല. ഞാനതുകൊണ്ട് ലീവ് വേണമെന്നാണോ? കുട്ടികൾ MBBS-നൊന്നുമല്ലല്ലോ പഠിക്കുന്നത്. 1-2 ദിവസം ലീവ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സാർ. തിരിച്ച് കാറിൽ വന്നിട്ടും പാറു ഗായത്രി മൈൻഡ് പോലും ചെയ്തില്ല. അവൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ലീവും പറഞ്ഞ് നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെ ഒരു സൈഡിലായി വണ്ടി ഒതുക്കി. പാറുവിന് പുറത്തിറങ്ങാൻ ഡോറ് തുറന്നു കൊടുത്തിട്ടും അവൾ അവിടെ തന്നെ ഇരുന്നു, ഇറങ്ങിയില്ല. അമ്മയുടെ പാറുമോളല്ലേ? പിന്നെ നീ ചെയ്തത് ഇപ്പോഴും ശരിയുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു കിളിപോയ സാറാണെന്ന് തോന്നിയായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ എന്നെ വിളിച്ച് അങ്ങനെയൊന്നും പറയില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ തന്നെ പാറു മുഖം തിരിച്ചിരുന്നു. ഗായത്രി എന്തൊക്കെ പറഞ്ഞിട്ടും പാറു മുഖം തിരിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. എന്റെ പാറൂട്ടി ഒന്ന് നോക്കി. അത് പിന്നെ നീ എന്തിനാ ഇന്നലെ അങ്ങനെ വന്നു പറഞ്ഞേ? ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ? ആദ്യമായിട്ടല്ലേ ചേച്ചി എന്റെ കുഞ്ഞിനെ അടിക്കുന്നത്. കാര്യമായിട്ട് എന്താ പറയാഞ്ഞത് മോള്? ഞാനൊരു കമ്മിക്ക് വേണ്ടിയാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ കരുതിയില്ല നീ എന്നെ തല്ലൂന്ന്. നീ എന്താ ഇപ്പൊ വിളിച്ചേ? എന്റെ കൈയൊക്കെ കണ്ടോ? തടിച്ചു കിടക്കുന്നത് കണ്ടോ? എനിക്കുമുണ്ട് ദേഷ്യവും വിഷമവും ഒക്കെ. ഇന്നലെ ഞാൻ എത്ര തവണ ഡോറിൽ മുട്ടി, എന്നിട്ട് ഒന്ന് തുറന്നു പോലുമില്ലല്ലോ. അപ്പോഴെങ്കിലും എന്നോടെല്ലാം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയുമായിരുന്നു. അതുപോലും ചെയ്തില്ലല്ലോ. മോള് ചെയ്തത് തെറ്റ് തന്നെയാ. പിന്നെ എന്റെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ ചെയ്യൂ. നീ പിന്നെ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ കരുതേണ്ടത്? അതെല്ലാം പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ മിണ്ടത്തില്ല. ആ, എന്നാ പിന്നെ ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക. കുറച്ച് ഡ്രസ്സ് എടുത്തു തരണമെന്നും ഒരു മൂവി കാണിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ എല്ലാം ക്യാൻസൽ ചെയ്യാലോ. പാറു കാറിൽ നിന്നിറങ്ങി. സത്യമാണോ? ഞാൻ മിണ്ടാൻ വേണ്ടി കള്ളം പറയുന്നൊന്നും അല്ലല്ലോ. എന്റെ പാറൂട്ടിയാണ് സത്യം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാ. എന്നാ പിന്നെ വാ പോകാം. എന്റെ പിണക്കമൊക്കെ മാറി. എന്നാ എന്റെ മാറിയിട്ടില്ല. എന്റെ പിണക്കം മാറണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. ഗായത്രി അത്രയും പറഞ്ഞ് പാറുവിന്റെ അരികിലേക്ക് മുട്ടുകുത്തിയിരുന്നു. ഗായത്രി അവൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പിന്നെ അവർ കുറച്ചു നേരം ബീച്ചിലൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ഒരു മൂവിക്കും പോയി. ഒരു ഷോപ്പിംഗ് മാളിൽ കയറി കുറെ ടോയ്സും ഡ്രസ്സും മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. തുടരും. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.